ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും എല്ലാ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ പഠിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ കുറേയധികം കണ്ടന്റ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ, അതായത് ആറാമത്തെ ഈ ഒരു ലെക്ചറിൽ വളരെ ചെറിയൊരു കുഞ്ഞൻ ടോപ്പിക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കത്തില്ല എന്നല്ല, ചോദിക്കും. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞൻ ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട് ചെറിയ ടോപ്പിക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് മ്യൂട്ടേഷൻ, പിന്നെ മറ്റൊന്ന് പെഡിഗ്രി അനാലിസിസ്. അപ്പോൾ ഈ രണ്ട് ടോപ്പിക്സുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും ഇനി അടുത്തതായിട്ടും വരുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ, കുഞ്ഞൻ ടോപ്പിക് ആണെങ്കിൽ കൂടി. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് മ്യൂട്ടേഷൻ. ഓക്കെ, അപ്പോൾ മ്യൂട്ടേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ മക്കളെ, മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ DNA വരുന്നൊരു ചേഞ്ചാണ്, മാറ്റമാണ്. ഓക്കെ, അപ്പോൾ മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ ഒരു പെട്ടെന്നുണ്ടാവുന്ന ഒരു ഹെറിറ്റബിൾ ആയിട്ടുള്ളൊരു ചേഞ്ചാണ് എന്തെന്ന് പറയുന്നത് മ്യൂട്ടേഷൻ. അതായത് തൊട്ടടുത്ത ജനറേഷനിലേക്കൊക്കെ വരാൻ പറ്റും, ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ചേഞ്ച് എന്തിലുണ്ടാവുക, നമ്മുടെ DNA സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ഇൻ DNA എന്നാണ് നമ്മൾ പൊതുവെ അതിനെ സിംപ്ലിഫൈ ചെയ്ത് പറയാറ്. അപ്പോൾ നമ്മുടെ NCERT ടെക്സ്റ്റിന് അനുസൃതമായിട്ട് എന്താണ് മ്യൂട്ടേഷൻ എന്നാ പറഞ്ഞേക്കുന്നത് നോക്കിക്കേ. മ്യൂട്ടേഷൻ ഈസ് എ ഫിനോമിനൻ വിച്ച് റിസൾട്ട്സ് ഇൻ ഓൾട്ടറേഷൻ ഓഫ് DNA. ഓൾട്ടറേഷൻ ഓഫ് DNA എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ DNA എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓൾട്ടറേഷൻ ഓഫ് DNA സീക്വൻസസ് ആൻഡ് കോൺസിക്വൻ്റ്ലി റിസൾട്ട്സ് ഇൻ ചേഞ്ചസ് ഇൻ ദ ജീനോടൈപ്പ് ആൻഡ് ഫീനോടൈപ്പ് ഓഫ് ആൻ ഓർഗാനിസം. അപ്പോൾ നോക്കിക്കേ, DNA സീക്വൻസുകളിൽ വരുന്ന മാറ്റം, ഓൾട്ടറേഷൻ, അതെന്തിനേക്ക് വരുമെന്ന് പറഞ്ഞാൽ ആ ഒരു മാറ്റം കാരണം ആ ഓർഗാനിസത്തിൻ്റെ ജീനോടൈപ്പിലും ഫീനോടൈപ്പിലും മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. എങ്കിൽ നമുക്കവിടെ എന്തെന്ന് പറയാം, ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, മ്യൂട്ടേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് പറയാം സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് എന്ന് നമുക്ക് പറയാമെങ്കിലും കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ നൽകിയിരിക്കുന്ന ഡെഫിനേഷൻ അനുസരിച്ച് പറയുകയാണെങ്കിൽ എന്താണ് മ്യൂട്ടേഷൻ? ഇറ്റ് ഈസ് ദ ഓൾട്ടറേഷൻ ഓഫ് DNA സീക്വൻസസ്. DNA സീക്വൻസസിൽ വരുന്ന മാറ്റമാണ്, ഓൾട്ടറേഷൻ ആണ്. ആൻഡ് കോൺസിക്വൻ്റ്ലി റിസൾട്ട്സ് ഇൻ, ആ ഒരു മാറ്റം എന്തിനിൽ റിസൾട്ട് ചെയ്യുന്നു, എന്തിലേക്ക് ലീഡ് ചെയ്യാണ്, ചേഞ്ചസ് ഇൻ ദ ജീനോടൈപ്പ് ആൻഡ് ദ ഫീനോടൈപ്പ് ഓഫ് ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിൻ്റെ ജീനോടൈപ്പിലും ഫീനോടൈപ്പിലും അത് ചേഞ്ച് വരുത്തുകയാണ്. DNA വരുന്ന ആ ഒരു ചേഞ്ച് ഓർഗാനിസത്തിൻ്റെ ടോട്ടൽ ജീനോടൈപ്പിൽ അല്ലെങ്കിൽ ഫീനോടൈപ്പിൽ മാറ്റം വരുത്തുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയാം, മ്യൂട്ടേഷൻ എന്ന് പറയാം. ഇനി പക്ഷെ ചില മ്യൂട്ടേഷൻസ് ഉണ്ടല്ലോ, എന്താണ്, ചിലപ്പോൾ DNA മാറ്റം വരുമായിരിക്കും, പക്ഷെ അത് ചിലപ്പോൾ എന്തൊരു വരത്തില്ല, ഫീനോടൈപ്പിൽ വരാത്ത രീതിയിലുള്ളതും ഉണ്ട്. പക്ഷേ പൊതുവേ ഉള്ള ഒരു കേസാണ് കേട്ടോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മ്യൂട്ടേഷനെ കുറിച്ച്. അടുത്ത പോയിന്റ് നോക്കി, ഇൻ അഡീഷൻ ടു റീകോമ്പിനേഷൻ മ്യൂട്ടേഷൻ ഈസ് അനദർ ഫിനോമിനൻ ദാറ്റ് ലീഡ്സ് ടു വേരിയേഷൻ ഇൻ DNA. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലിങ്കേജും റീകോമ്പിനേഷനും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ റീകോമ്പിനേഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് പുതിയ എന്താണ് ഈ പറയുന്ന ഒരു വേരിയേഷൻ ഉണ്ടാകുന്നത്, പുതിയൊരു കോമ്പിനേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ DNA മാറ്റം വരുത്താൻ റീകോമ്പിനേഷന് കഴിയുമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതുപോലെ തന്നെ ഇവിടെ എന്താ പറയുന്നത് നോക്കിയേ, മ്യൂട്ടേഷനും എന്തിലേക്ക് ലീഡ് ചെയ്യും എന്നാ പറയുന്നത്, DNA വേരിയേഷന് ലീഡ് ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ആ പോയിന്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. റീകോമ്പിനേഷനോടൊപ്പം തന്നെ മ്യൂട്ടേഷനും എന്തിന് കാരണമാകുമെന്നാ പറയുന്നേ, ലീഡ്സ് ടു വേരിയേഷൻ ഇൻ DNA. റീകോമ്പിനേഷനും മ്യൂട്ടേഷനും DNA മാറ്റം വരുത്താൻ കാരണമാകും. വേണമെങ്കിൽ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പഠിച്ചേക്കണേ മക്കളെ. അപ്പോൾ എന്താണ് ഇവിടെ ഞാൻ പറഞ്ഞ പോയിന്റ്, DNA മാറ്റം വരുത്താൻ കാരണക്കാർ അല്ലെങ്കിൽ DNA മാറ്റം വരുത്താൻ താഴെ പറയുന്നവയിൽ ആർക്കൊക്കെ പറ്റും, വേണമെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൂടായോ? അപ്പോൾ നമുക്ക് ഏതൊക്കെ ആൻസർ ആയിട്ട് പറയാം, റീകോമ്പിനേഷൻ എന്ന പ്രോസസ്സിനും മ്യൂട്ടേഷൻ എന്ന പ്രോസസ്സിനും DNA മാറ്റം വരുത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് മ്യൂട്ടേഷൻ എന്നുള്ളൊരു ഏകദേശ ധാരണ ഇപ്പം നിങ്ങൾക്ക് ഉണ്ടല്ലോ. ഇനി നമുക്ക് ബാക്കി പോയിന്റിലേക്ക് നോക്കാം. One DNA helix runs continuously from one end to the other in each chromatid in a highly supercoiled form. Therefore, loss or gain of a segment of DNA results in alteration in chromosome. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, ക്രോമസോമിനകത്താണ് എന്തിരിക്കുന്നത്, നമ്മുടെ ഈ ഒരു DNA ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ DNAയുടെ സ്ട്രക്ചറൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, കോയിൽ ചെയ്ത് കിടക്കുന്നതാണ് ഏതെന്ന് പറയാം, നമ്മുടെ DNA എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കി, ഈ പറയുന്ന
DNA സെഗ്മെന്റുകൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കും. എന്തെങ്കിലും മാറ്റം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ DNA സെഗ്മെന്റിൽ എന്താ പറയുക, ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് ലോസ് ആയിപ്പോയി, അത് ഡിലീറ്റ് ആയിപ്പോയി, അല്ലെങ്കിൽ ഒരു കുറച്ച് ഭാഗം ആഡ് ചെയ്യപ്പെട്ടു, ഇൻസേർട്ട് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെട്ടു, ഇരട്ടിച്ചു. ഓക്കെ, ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളൊക്കെ അതിനകത്തൊക്കെ ചിലപ്പോൾ ഇരട്ടിക്കാം. അപ്പോൾ ഇവിടെ നോക്കി ഡിലീഷൻ നടക്കാം DNA സീക്വൻസിൽ, അല്ലെങ്കിൽ ഇൻസേർഷൻ നടക്കാം, ഡ്യൂപ്ലിക്കേഷൻ നടക്കാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം നമ്മുടെ DNA സെഗ്മെന്റിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മാറ്റം എന്തിലേക്ക് കാരണമാകുമെന്നാണ് പറയുന്നത്? ഇറ്റ് മേ ഓൾട്ടർ ദ ക്രോമസോം ഓൾസോ. അതായത് DNA എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ DNA ഇരിക്കുന്ന ക്രോമസോമിലും അതേ ചേഞ്ച് ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതാ ഇവിടെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് DNA-ക്കകത്ത് ഡിലീഷനോ ഇൻസേർഷനോ ഡ്യൂപ്ലിക്കേഷനോ എന്തെങ്കിലും സംഭവിച്ചു എന്നിരിക്കട്ടെ. സംഭവിച്ചാൽ അത് എന്തിലേക്ക് റിസൾട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്? റിസൾട്ട് ഇൻ ഓൾട്ടറേഷൻ ഇൻ ക്രോമസോം. അതായത് ഈ ഒരു മാറ്റം, DNA-യിൽ ഉണ്ടാവുന്ന മാറ്റം, അത് ചിലപ്പോൾ ക്രോമസോമിലും ഇതേ മാറ്റത്തിന് കാരണമായെന്നിരിക്കാം. കാരണം DNA ഇരിക്കുന്ന ഏതിനകത്താണ്? ക്രോമസോമിനുള്ളിലല്ലേ. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഓർത്തു വെച്ചേക്കാം. അടുത്ത പോയിന്റ് നോക്കിയേ. സിൻസ് ജീൻസ് ആർ നോൺ ടു ബി ലൊക്കേറ്റഡ് ഓൺ ക്രോമസോംസ്, ഓൾട്ടറേഷൻ ഇൻ ക്രോമസോം റിസൾട്ട്സ് ഇൻ അബ്നോർമാലിറ്റീസ് ഓർ അബറേഷൻസ്. മക്കളെ, ഇവിടെ പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. നമുക്കറിയാവുന്ന കാര്യമാണ്, എന്താണ്, ഈ ഒരു ക്രോമസോമിനകത്താണ് DNA ഇരിക്കുന്നത്. DNA-ക്കകത്തല്ലേടാ ജീൻ ഇരിക്കുന്നേ. അപ്പോൾ ഈ ജീനിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ജീനിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് പറയണത്? ഈ പറയുന്ന ക്രോമസോമിനകത്ത് നമുക്കത് മാറ്റം ഉണ്ടാകും. അത് നേരത്തെ പറഞ്ഞില്ലേ, DNA-യിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ക്രോമസോമിലും ഇതേ മാറ്റം നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ. അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും. സിൻസ് ജീൻസ് ആർ നോൺ ടു ബി ലൊക്കേറ്റഡ് ഓൺ ദ ക്രോമസോം, ക്രോമസോമിനുള്ളിൽ നമുക്കറിയാം ജീൻ ഇരിപ്പുണ്ടെന്നറിയാം. അപ്പോൾ ഈ ഓൾട്ടറേഷൻ ഇൻ ക്രോമസോം റിസൾട്ട്സ് ഇൻ അബ്നോർമാലിറ്റീസ് ഓർ അബറേഷൻ. അപ്പോൾ ഇവയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ, മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ക്രോമസോമിന് അതിനനുസരിച്ചുള്ള മാറ്റം വരും. ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ ക്രോമസോമൽ അബറേഷൻസ് ഒക്കെ ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ ക്രോമസോമുകളിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞതുപോലെയുള്ള മാറ്റങ്ങൾ, ദാറ്റ് ഈസ് ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം പൊതുവേ നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്യാൻസർ സെല്ലുകളിലാണ്. ഓക്കെ, നോക്കിക്കേ, ക്രോമസോമൽ അബറേഷൻസ് ആർ കോമൺലി ഒബ്സർവ്ഡ് ഇൻ ക്യാൻസർ സെൽസ്. അപ്പോൾ മക്കളെ ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. മ്യൂട്ടേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് എന്തിൽ കാരണമാകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയണത്? ഈ പറയുന്ന DNA-യിൽ മാറ്റം വരുത്താം, DNA-ക്കകത്തിരിക്കുന്ന ജീനിൽ മാറ്റം വരുത്താം, അത് ക്രോമസോമിൽ മാറ്റം വരുത്താം എന്നുള്ള കേസാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. ക്രോമസോമൽ ഡിസോർഡേഴ്സിനൊക്കെ അത് കാരണമാകാം എന്നുള്ളൊരു പോയിന്റാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രോമസോമൽ അബറേഷൻസ് ആർ കോമൺലി ഒബ്സർവ്ഡ് ഇൻ ക്യാൻസർ സെൽ. ഈ ക്രോമസോമൽ അബറേഷൻസ് അല്ലെങ്കിൽ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് നമുക്ക് പൊതുവെ എവിടെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്? ക്യാൻസർ സെല്ലുകൾ, ക്യാൻസർ കോശങ്ങളിലാണ് നമുക്ക് പൊതുവെ ഇങ്ങനെയുള്ള ക്രോമസോമൽ അബറേഷൻസ് ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ മ്യൂട്ടേഷൻ പലതരത്തിലുണ്ട്. ഇപ്പോൾ നമ്മുടെ NCERT ടെക്സ്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നൽകിയിരിക്കുന്ന മ്യൂട്ടേഷനാണ് ഞാനിവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് നൽകിയിരിക്കുന്ന ടൈപ്സ് ഓഫ് മ്യൂട്ടേഷൻ 2 തരത്തിൽ തന്നിട്ടുണ്ട്. അതേതൊക്കെയാ? ഒന്നാമത്തേത് പോയിന്റ് മ്യൂട്ടേഷൻ, രണ്ടാമത്തേത് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ മ്യൂട്ടേഷൻ എന്താണെന്ന് അറിയാം, അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് നമ്മൾ പഠിച്ചു. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? മ്യൂട്ടേഷൻ്റെ ടൈപ്പുകളാണ് പറയുന്നത്. മ്യൂട്ടേഷൻ്റെ ടൈപ്പുകളിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഏതൊക്കെയാണ്? പോയിന്റ് മ്യൂട്ടേഷനും അതോടൊപ്പം തന്നെ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷനും. അപ്പോൾ ഇത് എന്താണെന്ന് നമുക്ക് നോക്കാം. In addition to the above, mutation also arise due to change in a single base pair of DNA. This is known as point mutation. അതായത് നമ്മൾ നേരത്തെ മ്യൂട്ടേഷനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഇത് കൂടാതെ മ്യൂട്ടേഷൻ ടൈപ്പുകൾ 2 തരത്തിൽ, പോയിന്റ് മ്യൂട്ടേഷനും ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷനും. പോയിന്റ് മ്യൂട്ടേഷൻ ഉണ്ടാവാനുള്ള കാരണം എന്താ നോക്കിയേ? ഇറ്റ് അറൈസസ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ എ സിംഗിൾ ബേസ് പെയർ ഓഫ് DNA. അതായത് DNA-ക്കകത്ത് നിങ്ങൾക്ക് ബേസ് പെയറുകൾ കാണാൻ പറ്റും അല്ലേ? ഇവിടെ നിങ്ങൾക്ക് ഒരു DNA-ക്കകത്തുള്ള ബേസ് പെയറുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവിടെ എന്താ? ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ മാത്രം വരുന്ന മാറ്റം നോക്കിക്കേടാ. ഇവിടെ നിങ്ങൾക്ക് തൈമിൻ, അഡിനിൻ, സൈറ്റോസിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള DNA-യുടെ ഒറിജിനൽ സീക്വൻസ് കാണിച്ചിട്ടുണ്ട്. തൊട്ട് താഴെ പോയിന്റ് മ്യൂട്ടേഷൻ വന്നിട്ടുള്ള സീക്വൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നോക്കിക്കേ, ദാണ്ട് ഈ ഒരു പൊസിഷൻ, ദാണ്ട് ഈ തൈമിൻ്റെ ദാണ്ട് ഈ ഒരു പൊസിഷനിൽ തൈമിന് പകരം ദാണ്ട് ആ ഒരു പോയിന്റിൽ വേറെ ഒരാൾ കണ്ടോ, സൈറ്റോസിൻ ആണ്. ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ, ആ ഒരു പെർട്ടിക്കുലർ ബേസ് പെയർ വരുന്ന ആ ഒരു പോയിന്റിലാണ് അവിടെ മാറ്റം വരുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചത്? പോയിന്റ് മ്യൂട്ടേഷൻ. ഒരു പെർട്ടിക്കുലർ പോയിന്റിലാണ് അല്ല, എല്ലായിടത്തും ആ മാറ്റമില്ല. ആ ഒരു പെർട്ടിക്കുലർ ബേസ് വരുന്ന ഏരിയയിൽ മാത്രം അല്ലേ, ഈ ഒരു ഏരിയയിൽ മാത്രം തൈമിൻ ഇരിക്കുന്ന ആ ഒരു പോയിന്റിൽ ഇവിടെ ദാണ്ട് വേറൊരാൾ വന്നു.
വേറൊരാൾ വന്നിരുന്നു അല്ല, ഇവിടെ ആക്ച്വലി തൈമിനായിരുന്നു ഇരിക്കേണ്ടത്. തൈമിന് പകരം ഇവിടെ ആരാ ഇപ്പോൾ വന്നിരിക്കുന്നത്? സൈറ്റോസിൻ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റം ഉറപ്പായിട്ടും നമ്മൾ പ്രകടിപ്പിക്കുമായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റം ഉറപ്പായിട്ടും നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്യുമായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിലല്ലേ ഇവിടെ വ്യത്യാസം വന്നത്. അപ്പോൾ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? പോയിന്റ് മ്യൂട്ടേഷൻ. അപ്പോൾ എന്താ പോയിന്റ് മ്യൂട്ടേഷൻ? ചേഞ്ച് ഇൻ എ സിംഗിൾ ബേസ് പെയർ ഓഫ് DNA. അതായത് DNA-ക്കകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു സിംഗിൾ ബേസ് പെയർ, DNA-യുടെ ഒരു സിംഗിൾ ബേസ് പെയറിൽ മാറ്റം വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയാം. നിങ്ങളിപ്പോൾ കണ്ടു പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, അതിനൊരു ക്ലാസിക് എക്സാമ്പിൾ ഉണ്ട്. അപ്പോൾ പോയിന്റ് മ്യൂട്ടേഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് പഠിക്കാനൊരു എക്സാമ്പിൾ ഉണ്ട്. നിങ്ങൾ എല്ലാവരും കേട്ടുള്ള ഒരു കണ്ടീഷനാണ് സിക്കിൾ സെൽ അനീമിയ. എന്താണ് സിക്കിൾ സെൽ അനീമിയ? അതായത് സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞാൽ അരിവാൾ രോഗം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനി നമ്മൾ പഠിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട്, അടുത്ത ലെക്ചറിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കും. അതായത് നമ്മുടെ RBCയുടെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബൈക്കോൺകേവ് ഡിസ്ക് ഷേപ്പാണ് അല്ലേ. അപ്പോൾ അത് കൺവേർട്ട് ചെയ്ത് ഒരു സിക്കിൾ ഷേപ്പിലോട്ട് മാറും. അത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പോയിന്റ് മ്യൂട്ടേഷൻ നടന്നതിന്റെ ഫലമായിട്ട് അത് എങ്ങനെയാണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ പോയിന്റ് മ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ട ഒരു ഡിസോർഡറിന്റെ പേര് എഴുതുക എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? സിക്കിൾ സെൽ അനീമിയ. അല്ലെ തിരിച്ചു ചോദിക്കാം, സിക്കിൾ സെൽ അനീമിയ ഉണ്ടാകാനുള്ള കാരണം എന്താണ് ചോദിച്ചുകൂടായോ? അപ്പോൾ എന്തായിരിക്കും കാരണം? പോയിന്റ് മ്യൂട്ടേഷൻ ആണ്. ഓക്കെ ആണേ? ഓക്കെ, ഇനി അടുത്തത് എന്താണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്നറിയണ്ടേ? രണ്ടാമത്തെ ടൈപ്പ് മ്യൂട്ടേഷൻ. അപ്പോൾ അതെന്തായിരുന്നു? ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. അപ്പോൾ എന്താ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ നോക്കി? ഡിലീഷൻസ് ആൻഡ് ഇൻസർഷൻസ് ഓഫ് ബേസ് പെയർസ് ഓഫ് DNA കോസസ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. അതായത് ഡിലീഷനോ ഇൻസർഷനോ, DNA-ക്കകത്ത് ഡിലീഷനോ ഇൻസർഷനോ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറയാം. നോക്കിക്കേ, ഇതിപ്പോൾ ഒരു ക്രോമസോം ആണ്, അതിനകത്തുള്ള ജീനുകളാണ് നിങ്ങൾ വിചാരിക്കുക. ഇതിപ്പോൾ അതിൻ്റെ സെൻട്രോമിയർ, ഈ ഭാഗം ആണ് അതിൻ്റെ സെൻട്രോമിയർ എന്ന് വിചാരിക്കുക. ഞാൻ ഈ ക്രോമസോമിനെ ബോക്സ് ആയിട്ട് വരച്ചു എന്നേ ഉള്ളേ. ഇത് സെൻട്രോമിയർ ആണ്. അപ്പോൾ അതിനകത്തുള്ള ജീനുകൾ ഞാനിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, വേണ്ടേ? ഇതിനെ ഞാൻ 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5. അപ്പോൾ ഇത്രയും ജീനുകൾ ഉണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ. ഇതാണ് നോർമലായിട്ടുള്ള DNA സീക്വൻസ്. ഓക്കെ, ഞാൻ രണ്ടാമത്തത് വരയ്ക്കുന്നു. രണ്ടാമത്തെ ഇതുപോലെ ഞാനൊരു ക്രോമസോം എടുക്കുന്നു, ഇതേ ക്രോമസോം തന്നെ. ഓക്കെ, അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് സെൻട്രോമിയർ വരച്ച് ചേർക്കാം. ദിസ് ഇസ് ദ സെൻട്രോമിയർ. ഇത് നമ്മുടെ സെൻട്രോമിയർ ആണ്. ഇനി അടുത്തത് 1, 2. ഇനി എന്താ സംഭവിക്കുന്നത് നോക്കിക്കോണേ. 3, 5. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണുന്നില്ല? 3, 5 എന്നല്ല, നിങ്ങളിങ്ങനെ ചിന്തിച്ചോ. ഇങ്ങനെ ഞാൻ വരയ്ക്കുകയാണ്, 3, 5 എന്ന് വരുന്നില്ല. ഞാൻ എന്താണ്ടേ അത് 3, 5 എന്നാകുമ്പോൾ ഏറ്റവും അങ്ങേ അറ്റത്തെ ആയി പോകുന്നില്ലേ. അപ്പം അങ്ങേ അറ്റത്തെ ആകുമ്പം അത് വേറെ പ്രോസസ്സിലോട്ട് പോകും. അതുകൊണ്ടാണ്. അപ്പോൾ നോക്കിയേ, ഞാൻ എന്താ ഇങ്ങനെ വരയ്ക്കുന്നു. ഇങ്ങനെ വരയ്ക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിനകത്ത് എന്ത് ഞാൻ മായ്ച്ചു കളഞ്ഞു? ഏതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല? 1, 2, 5 ഉണ്ട്. ഏതൊക്കെ ഇല്ല? 3, 4 ഇല്ല അല്ലേ. ആ 3, 4 അവിടുന്ന് ഇളകിപ്പോയി, ഡിലീറ്റ് ആയിപ്പോയി. ഓക്കെ, ഇതിങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടാവാമല്ലോ. ആ 3, 4 സീക്വൻസ് നിങ്ങൾക്ക് കാണുന്നില്ല, അപ്പോൾ അത് പോയി. വേറൊരു പോസിബിലിറ്റി ഉണ്ട്. ഇങ്ങനെ വരാം. നോർമലായിട്ട് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു. നമ്മുടെ സെൻട്രോമിയർ. ഓക്കെ, ഇനി ഇവിടേക്ക് എന്താണ് നമ്മുടെ 1, 2, 1, 2, 3 ഉണ്ട്, 4 ഉണ്ട്, പിന്നെയും 3, പിന്നെയും 4, പിന്നെ 5. അതായത് ഒരെണ്ണം തന്നെ റിപ്പീറ്റ് ചെയ്ത് അഡീഷണൽ ആയിട്ട് പിന്നെ ആഡ് ചെയ്യപ്പെടുക, ഇൻസേർട്ട് ചെയ്യപ്പെടുക, അങ്ങനെ സംഭവിക്കാം. അപ്പോൾ നിങ്ങൾ നോക്കി ഇങ്ങനെ പല തരത്തിൽ എന്ത് സംഭവിക്കാം? ഇവിടെ മ്യൂട്ടേഷൻ നടക്കാം. ഇതാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. അതായത് ഒന്നുകിൽ ഡിലീറ്റ് ആയി പോകുന്നു, അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യപ്പെടും. ഇവിടെ നിങ്ങൾക്ക് ഡിലീറ്റ് ആയി പോയ കാണാം, ഇവിടെ നിങ്ങൾക്ക് പിന്നെയും പിന്നെ അത് ആഡ് ചെയ്യപ്പെടുന്ന കാണാം അല്ലേ. ഇത് നോർമലായിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ആഡ് ചെയ്യപ്പെടുകയാണ് ഇവിടെ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അത് വേണമെങ്കിൽ ചേഞ്ചും ചെയ്യാം, തിരിഞ്ഞും മറിഞ്ഞും വരാം. 3, 4 തിരിച്ച് 4, 3 അങ്ങനെയൊക്കെ വരാം. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അത് എന്താണ് മക്കളെ? അത് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ ആണ്. അങ്ങനെ പല തരത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മുടെ NCERT ടെക്സ്റ്റിൽ നമുക്ക് പഠിക്കാനായിട്ട് നൽകിയിരിക്കുന്നത് 2 മ്യൂട്ടേഷനേ ഉള്ളൂ. പോയിന്റ് മ്യൂട്ടേഷനും അതോടൊപ്പം തന്നെ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷനും. അപ്പോൾ അതെന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഇനി നമ്മൾ പറയുന്നതാണ് മ്യൂട്ടാജൻസ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെടാ? മ്യൂട്ടാജൻസ് ആണ്. അപ്പോൾ മക്കളെ, മ്യൂട്ടേഷന് കാരണമാകുന്ന ഏജന്റുകളെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ മ്യൂട്ടേഷന് കാരണമാകുന്നവർ, കാരണക്കാർ, അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മ്യൂട്ടാജൻസ് എന്ന് വിളിക്കുക.
ഓക്കെ. അപ്പോൾ ക്യാൻസർ കോസിങ് ഏജൻറ്റുകളെ നമ്മൾ കാർസിനോജൻസ് എന്ന് പറയുന്നത് പോലെ മ്യൂട്ടേഷന് കാരണമാകുന്നവർ, മ്യൂട്ടേഷൻ്റെ ഏജൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മ്യൂട്ടാജൻസ് എന്ന് പറയാം. ഏജൻസ് ദാറ്റ് ഇൻഡ്യൂസ് മ്യൂട്ടേഷൻ, ആരാണോ മ്യൂട്ടേഷന് കാരണമാകുന്നത് അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മ്യൂട്ടേജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മ്യൂട്ടാജൻസ് എന്ന് പറയുന്നവർ രണ്ട് തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, ടൈപ്സ് ഓഫ് മ്യൂട്ടാജൻ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഫിസിക്കൽ മ്യൂട്ടാജനും ഉണ്ട്, കെമിക്കൽ മ്യൂട്ടാജനും ഉണ്ട്. ഏതൊക്കെയാണ്? ഫിസിക്കൽ മ്യൂട്ടാജനും കെമിക്കൽ മ്യൂട്ടാജനും. അതിൽ എന്താണ് ഫിസിക്കൽ മ്യൂട്ടാജനും കെമിക്കൽ മ്യൂട്ടാജനും മാത്രമല്ല കേട്ടോ, ഒരെണ്ണം കൂടെ ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ ജസ്റ്റ് ഇത് മാത്രമാണ് ഞാനിത് കൊടുത്തുവെന്നേ ഉള്ളൂ. ആക്ച്വലി ഫിസിക്കൽ മ്യൂട്ടാജൻ, കെമിക്കൽ മ്യൂട്ടാജൻ, പിന്നെ ഒരെണ്ണം കൂടി വരാറുണ്ട് കേട്ടോ. അതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബയോളജിക്കൽ മ്യൂട്ടാജൻ, അങ്ങനെയും കൂടിയുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. അത് നമുക്ക് ചോദിക്കില്ല എന്നാലും ഓക്കെ. അപ്പോൾ ഇതേതാണ് ഒരെണ്ണം കൂടെ ഉണ്ട്, ഏതാണ്? ബയോളജിക്കലും കൂടി ഉണ്ട്. ബയോളജിക്കൽ മ്യൂട്ടാജൻസ്, ബയോളജിക്കൽ മ്യൂട്ടാജൻസ്. അപ്പോൾ ഏതൊക്കെയുള്ളത്? ഫിസിക്കൽ മ്യൂട്ടാജൻസ് ഉണ്ട്, കെമിക്കൽ മ്യൂട്ടാജൻസ് ഉണ്ട്, പിന്നെ ഏതാ ഉള്ളത്? ബയോളജിക്കൽ മ്യൂട്ടാജൻസ്. ഫിസിക്കൽ മ്യൂട്ടാജൻസ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ അയണൈസിങ് റേഡിയേഷനും നോൺ അയണൈസിങ് റേഡിയേഷൻ വരും. അത് മൊത്തത്തിൽ ഞാനങ്ങ് എക്സാമ്പിൾ എടുത്തേക്കാണ് ഇവിടെ. UV റേഡിയേഷൻ, ആൽഫ, ബീറ്റ, ഗാമ റേ, എക്സ്റേ ഒക്കെ വരില്ലേ. അപ്പോൾ അങ്ങനെയുള്ള റേഡിയേഷൻസ് ഫുള്ള് നമുക്ക് റേസ് എല്ലാം ഇവിടെ എഴുതാം, ഫിസിക്കൽ മ്യൂട്ടാജൻ. കെമിക്കൽസ് ഉണ്ടല്ലോ, അവയൊക്കെ ആയിരിക്കും കെമിക്കൽ മ്യൂട്ടാജൻ. ഫോർ എക്സാമ്പിൾ മസ്റ്റാർഡ് ഗ്യാസ്, ഫീനോൾ, ഫോർമാലിൻ, അസറ്റിക് ആസിഡ്, ഫോമിക് ആസിഡ്, NH3 തുടങ്ങിയവയെല്ലാം ഇതിനകത്ത് വരാം, കെമിക്കൽ മ്യൂട്ടാജൻ. ചില വൈറസുകൾ, ബാക്ടീരിയകൾ, അങ്ങനെ ജീവനുള്ളവർ അല്ലേ, അപ്പോൾ അവരൊക്കെ പൊതുവെ എന്തിൽ വരും? ബയോളജിക്കൽ മ്യൂട്ടാജൻസിനകത്ത് വരും. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അപ്പോൾ നോക്കി, മ്യൂട്ടാജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏജൻസ് ദാറ്റ് കോസിങ് മ്യൂട്ടേഷൻ, അല്ലെങ്കിൽ ഏജൻസ് ദാറ്റ് ഇൻഡ്യൂസ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷന് കാരണമാകുന്ന ഏജൻറ്റുകളെ വിളിക്കുന്ന പേരാണ് മ്യൂട്ടാജൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അവ മൂന്ന് തരത്തിൽ എന്ന് ഓർത്ത് വെച്ചേക്ക്, ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ മ്യൂട്ടാജൻസ്. ഓക്കെ. ഇനി നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ അതാണ് പെഡിഗ്രി അനാലിസിസ്. അപ്പോൾ ഈ പെഡിഗ്രി അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ് നമ്മൾ ഇനി അടുത്തൊരു ടോപ്പിക്കിനകത്ത് ഇതേ കാര്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്ക് പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് അത് കൂടെ ക്ലിയർ ആവത്തുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ നോക്കിക്കേ, പെഡിഗ്രി അനാലിസിസ് എന്താണെന്ന് നോക്കി. നിങ്ങൾ ഫാമിലി ട്രീ എന്ന് കേട്ടിട്ടുണ്ടോ? ഫാമിലി ട്രീ അനാലിസിസ് കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ നമ്മളെ കൊണ്ട് ടീച്ചേഴ്സൊക്കെ ചെയ്യും. ഇതുപോലെ എന്താണ് നിങ്ങളുടെ ഫാമിലി ട്രീ ചെയ്തിട്ട് വായോ എന്നൊക്കെ പറയും. അതായത് നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും പേര്, അവരുടെ അച്ഛൻ്റെ അമ്മയുണ്ടെങ്കിൽ അവർ, അങ്ങനെ ബന്ധുക്കളുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ഒരു ട്രീ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് വാ എന്നൊക്കെ നമ്മുടെ പറയാറുണ്ടായിരുന്നു അല്ലെ, വെക്കേഷൻ വർക്കൊക്കെ ആയിട്ട്. അതുപോലെ ജസ്റ്റ് ഇവിടെ നിന്ന് ചിന്തിക്കാം, ഇത് നമ്മൾ ചെയ്യണത് ഫാമിലി ട്രീ അനാലിസിസ് തന്നെയാണ്. എന്തെന്ന് പറയുക? പെഡിഗ്രി അനാലിസിസ്. അത് കുറച്ചും കൂടെ എന്താ പറയുന്നത്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാണ് ഇവിടെ. ഓക്കെ. നമ്മൾ കുഞ്ഞു ക്ലാസ് ചെയ്തതല്ല, കുഞ്ഞു ക്ലാസ് ചെയ്തത് അത് എന്താണ്, അതിൻ്റെ മൈന്യൂട്ട് വെർഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ, ഒരു വെക്കേഷൻ വർക്ക് എന്ന പോലെ. എന്നാൽ ഇത് അങ്ങനെയല്ല, ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ സഹായിക്കുന്ന എന്താണ് ഒരു പ്രോസസ്സാണ് ഇതെന്ന് പറയുക, പെഡിഗ്രി അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ പെഡിഗ്രി അനാലിസിസ് എന്ന് നോക്കിക്കേ. ഇറ്റ് ഈസ് ദ അനാലിസിസ് ഓഫ് ജനറ്റിക് ട്രെയ്റ്റ്സ് ഇൻ സെവറൽ ജനറേഷൻസ് ഓഫ് എ ഫാമിലി. അതായത് ഒരു ഫാമിലിയിൽ പല 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 തലമുറകളുണ്ടല്ലോ, ആ തലമുറകളുടെ എല്ലാം എന്താണ് ഈ പറയുന്ന ജനിതകപരമായിട്ടുള്ള സ്വഭാവങ്ങൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ പഠിക്കുകയാണ്. അപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ചാർട്ടാണ്, ഫാമിലി ചാർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, പെഡിഗ്രി എന്ന് പറയാം. ഓക്കെ, ഫാമിലി ട്രീ. ഓക്കെ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം പണ്ടുള്ള തലമുറയിൽ ഏതെങ്കിലുമൊക്കെ ആൾക്കാർക്ക് ജനറ്റിക് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഏത് തലമുറയിൽ ഇത് എക്സ്പ്രസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ആർക്കൊക്കെ ഇനി അത് വരാം. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. The representation or chart that showing family history, that is called a family tree. ഇപ്പോൾ ഞാൻ ഒത്തിരി പേരോട് ഫാമിലി ട്രീ അല്ലെങ്കിൽ പെഡിഗ്രി എന്ന് പറയുന്നു. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ചാർട്ട് ഓർ ഇറ്റ്സ് എ റെപ്രസെൻറ്റേഷൻ ഷോയിങ് ഫാമിലി ഹിസ്റ്ററി, ഫാമിലിയുടെ ഹിസ്റ്ററിയെ കുറിച്ച് മനസ്സിലാക്കി തരുന്ന ഒരു ചാർട്ട് അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേഷൻ, അതിനെയാണ് നമ്മൾ ഫാമിലി ട്രീ അല്ലെങ്കിൽ പെഡിഗ്രി എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ ജനറ്റിക്സിൽ ഇതിൻ്റെ ഉപയോഗം എന്താ, ഈ പെഡിഗ്രി അനാലിസിസിൻ്റെ ഉപയോഗം എന്താ എന്ന് ചോദിച്ചാൽ, ഇൻ ഹ്യൂമൻ ജനറ്റിക്സ് പെഡിഗ്രി സ്റ്റഡി ഈസ് യൂട്ടിലൈസ്ഡ് ടു ട്രേസ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് എ സ്പെസിഫിക് ട്രേറ്റ്, അബ്നോർമാലിറ്റി ഓർ ഡിസീസ്. അതായത് ഒരു ഫാമിലി ട്രീ അനാലിസിസ് വഴി ആ ഒരു ഫാമിലിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ജനിതക രോഗമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി, ഏതെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ ആർക്ക് അല്ലെങ്കിൽ ഏത് തലമുറയ്ക്ക് അത് വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഫീച്ചറുണ്ട്, ഓക്കെ, എന്തെങ്കിലും ഒരു നല്ലൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ ആ ക്യാരക്ടറിനെ ആരിലേക്കൊക്കെ കൈമാറാം, അതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാനായിട്ട് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, ഈ പെഡിഗ്രി ചാർട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പോൾ എന്താണ് പെഡിഗ്രി എന്ന് മനസ്സിലായോ? പെഡിഗ്രി തന്നെയാണ് ഫാമിലി ട്രീ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ ചാർട്ട് ഓർ റെപ്രസെൻറ്റേഷൻ ദാറ്റ് ഇസ് ഷോയിങ് ദ ഫാമിലി ഹിസ്റ്ററി. ക്ലിയർ ആണേ? അപ്പോൾ അത് അനലൈസ് ചെയ്യുന്നത് വഴി നമുക്ക് ആ ഒരു തലമുറയിൽ എന്തെങ്കിലും നല്ല ട്രൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്നുള്ള കാര്യവും നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നോക്കിയേ, നമുക്കൊരു പെഡിഗ്രി ഒരു ചാർട്ട് അനലൈസ് ചെയ്യണമെങ്കിൽ അതിനകത്ത് ധാരാളം സിമ്പലുകളുണ്ട്. ചുമ്മാ എഴുതി വെച്ചേക്കുമല്ല, കുറച്ച് സിമ്പിൾസ് ആണ്. ആ സിമ്പിൾസിനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പെഡിഗ്രി ചാർട്ട് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ പെഡിഗ്രി ചാർട്ടിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സിമ്പലുകളാണ്, നിങ്ങളുടെ NCERT ടെക്സ്റ്റ് നൽകിയിരിക്കുന്ന സിമ്പലുകളാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ മക്കളെ നോക്കിയേടാ, അതാണ്ട് ഇതുപോലെ ഒരു കുഞ്ഞനൊരു സ്ക്വയർ ബോക്സ് ആണെങ്കിൽ അതെന്തിനെ സൂചിപ്പിക്കുന്നു? ഷെയ്ഡ് ചെയ്യാത്ത, കളർ ചെയ്യാത്ത ഒരു ചെറിയൊരു സ്ക്വയർ ബോക്സ് ആണെങ്കിൽ അതെന്തിനെ സൂചിപ്പിക്കുന്നു? മെയിലിനെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഇതുപോലെ റൗണ്ട് ഫിഗർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സിമ്പിൾ ഫീമെയിലിനെ സൂചിപ്പിക്കുന്നു. ഇതുപോലത്തെ ഒരു ഡയമണ്ട് പോലത്തെ ഒരു ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്? സെക്സ് അൺസ്പെസിഫൈഡ്. സെക്സ് അൺസ്പെസിഫൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ, നേരത്തെ തലമുറയിൽ ഒരു 5 മക്കളുണ്ട്, ആ 5 മക്കളിൽ എത്ര ആണുണ്ട് എത്ര പെണ്ണുണ്ടെന്ന് അറിയാൻ വയ്യ. ഇത്രയും മക്കളുണ്ട്, ഇത്രയും ആൾക്കാരുണ്ട്, അവർക്ക് കുറച്ച് അല്ലെങ്കിൽ അവർക്ക് കുഞ്ഞുങ്ങളുണ്ട്, പക്ഷെ എത്ര അത് ആണാണോ പെണ്ണാണോ എന്താണ് ഏത് സെക്സ് ആണെന്ന് നമുക്ക് അറിയാൻ വയ്യ എന്ന് നമ്മൾ പറയത്തില്ലേ ചിലരുടെയൊക്കെ കേസിൽ. അപ്പോൾ അങ്ങനെ പറയുന്ന കണ്ടീഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിളാണിത്. ഓക്കെ, ദാറ്റ് ഇസ് സെക്സ് അൺസ്പെസിഫൈഡ്. ഇനി ഇപ്പോൾ ഈ പറയുന്ന മെയിൽ ഇതാണ്ട് ഈ ഒരു സ്ക്വയർ ബോക്സ് തന്നെ ഞാൻ റെഡ് കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഷെയ്ഡ് ചെയ്ത് ഇൻഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ആ ഒരാൾക്ക് അഫക്റ്റഡ് ആണ്, അയാൾക്ക് അസുഖമുണ്ട്. ഓക്കെ, ഏതെങ്കിലും ഒരു ജനറ്റിക് രോഗമുണ്ട്, അതാണ് അഫക്റ്റഡ് ഇൻഡിവിജ്വൽ. അത് തന്നെ നമുക്ക് 3 പേരിലും നിങ്ങൾക്ക് കാണാം, 3 സിമ്പലിലും കാണാം. അതായത് ഇപ്പോൾ ഈ റൗണ്ട് ഫിഗറിലാണെങ്കിൽ അഫക്റ്റഡ് ഫീമെയിൽ ആണ്, ഇത് അഫക്റ്റഡ് മെയിൽ ആണ്, ഇത് അഫക്റ്റഡ് ആയിട്ടുള്ള സെക്സ് അൺസ്പെസിഫൈഡ് ആണ്. ഇനി ഇത് മെയിൽ, ഇത് ഫീമെയിൽ. അതാണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു സിംഗിൾ ലൈൻ കാണാം. സിംഗിൾ ലൈൻ എന്തിനെ സൂചിപ്പിക്കുന്നു? മേറ്റിങ്ങിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, മേറ്റിംഗ്. സിംഗിൾ ലൈൻ ആണെങ്കിൽ മേറ്റിങ്ങിനെ സൂചിപ്പിക്കുന്നു. മെയിലിനും ഫീമെയിലിനും ഇടയിൽ ഡബിൾ ലൈൻ കാണുന്നുണ്ടെങ്കിൽ അതെന്താണ്? മേറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ്. റിലേറ്റീവ്സ് തങ്ങൾ കല്യാണം കഴിക്കത്തില്ലേ, മാരേജ് ചെയ്യില്ലേ? അപ്പോൾ അതിനാണ് കൺസാഗിനസ് മീറ്റിംഗ് എന്ന് പറയുക. കൺസാഗിനസ് മീറ്റിംഗ്. ഒരൊറ്റ ലൈനേ ഉള്ളൂ എങ്കിൽ, മെയിലിനും ഫീമെയിലിനും ഇടയ്ക്ക് ഒരു ലൈനേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ എങ്കിൽ അതെന്താണ്? മേറ്റിംഗ്. അതേസമയം 2 ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? കൺസാഗിനസ് മീറ്റിംഗ് അല്ലെങ്കിൽ മേറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ്. ഇനി നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് ദിസ് ഇസ് ദ ഫസ്റ്റ് ജനറേഷൻ, ദിസ് ഇസ് ദ സെക്കൻഡ് ജനറേഷൻ, അങ്ങനെ കാണാൻ പറ്റും. ഇത് അച്ഛൻ, ഇത് അമ്മ, അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇത് ഫീമെയിൽ ഡോട്ടറാണ്, ഇത് സണ്ണാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. പാരൻസും താഴെ കാണുന്നത് എന്താണ്? ചിൽഡ്രനും ആണ്, അല്ല? പാരൻസ് എബോ ആൻഡ് ചിൽഡ്രൻ ബിലോ. അടുത്ത് നോക്കിയേ, അങ്ങനെയാണെങ്കിൽ ഇതും ഇത് പാരൻസ് ആണ്, അവർക്കുണ്ടാവുന്ന കുട്ടിയാണിത്, ആൺകുട്ടിയാണ്. ആ ആൺകുട്ടിക്ക് അസുഖമുണ്ട്, അല്ല? ജനറ്റിക് ഡിസോർഡർ ആണ്. അതുകൊണ്ടാണ് റെഡിഷ് കളറിൽ അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്ത് നിങ്ങൾ കാണുന്നത്. പാരൻസ് വിത്ത് അഫക്റ്റഡ് മെയിൽ ചൈൽഡ്. ഇനി നോക്കിക്കേ, അൺഅഫക്റ്റഡ് ആയിട്ടുള്ള 5 ഓഫ്സ്പ്രിങ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് എണ്ണം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അൺഅഫക്റ്റഡ് ആയിട്ടുള്ള 5 അൺഅഫക്റ്റഡ് ഓഫ്സ്പ്രിങ്സ്, അതിൻ്റെ ഫിഗറാണ്, അതിൻ്റെ സിമ്പിളാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പല പല സിമ്പിൾസ് നമ്മളെവിടെ യൂസ് ചെയ്യുന്നുണ്ട്? പെഡിഗ്രി ചാർട്ടിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് നമ്മൾ പെഡിഗ്രി ചാർട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കേണ്ട ആദ്യം ബേസിക് ആയിട്ടുള്ളൊരു ഫാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ പെഡിഗ്രി ചാർട്ട് നമുക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ അതിൽ തന്നെ പല തരത്തിലുണ്ട്. ഓക്കെ, അത് നമുക്ക് ചുമ്മാ ഒരു പെഡിഗ്രി ചാർട്ട് നോക്കി വെച്ച് ഇതിനകത്ത് ഈ സിമ്പിൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ എല്ലാം അനലൈസ് ചെയ്യാൻ പറ്റും എന്നല്ല. ആ സിമ്പിൾസ് വെച്ച് നമുക്ക് മനസ്സിലാവും. അതിനോടൊപ്പം തന്നെ കുറേ കൂടുതൽ കണ്ടന്റുകൾ നമുക്ക് ആ ഒരു പെഡിഗ്രി ചാർട്ടിലൂടെ മനസ്സിലാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മുടെ ബോഡിക്കകത്ത് ക്രോമസോമുകളുണ്ട്. ഈ ക്രോമസോമുകളെ തന്നെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലേ? ഓട്ടോസോംസ് എന്നും അതോടൊപ്പം തന്നെ സെക്സ് ലിങ്ക്ഡ് എന്നും. അപ്പോൾ ഇവിടെയും നമുക്ക് അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു പോയിന്റ് പഠിക്കാനായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന പെഡിഗ്രി ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ അതിനകത്ത് തന്നെ ഡോമിനൻ്റ്, റെസസീവ്, സെക്സ് ലിങ്ക്ഡ്, ഓട്ടോസോം ലിങ്ക്ഡ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനു മുമ്പ് അതൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓട്ടോസോമലും ഉണ്ട്, അതോടൊപ്പം തന്നെ സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള അസുഖങ്ങളും ഉണ്ട്, ജനറ്റിക് ഡിസോർഡേഴ്സും വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ പറയുന്ന പെഡിഗ്രി അനാലിസിസ് വഴി മനസ്സിലാക്കാൻ പറ്റും. ഓട്ടോസോമലും ഉണ്ട്, സെക്സ് ലിങ്ക്ഡും ഉണ്ട്. ഓട്ടോസോമലും സെക്സ് ലിങ്ക്ഡും. ഈ ഓട്ടോസോമൽ തന്നെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓട്ടോസോമൽ തന്നെ എത്ര ഡിവൈഡ് ചെയ്യാം? 2ആയിട്ട്. ഏതൊക്കെയാണെന്നറിയാവോ? ഡോമിനൻറ്റും ഉണ്ട്,
ഡോമിനൻ്റ് ആയിട്ട് വരുന്ന കണ്ടീഷൻസും ഉണ്ട്, റെസസീവും വരും. ഓട്ടോസോമൽ ഡിസീസസ് ആണ് ഞാൻ സംസാരിക്കുന്നത്. അത് തന്നെ ഡോമിനൻ്റ് ഓട്ടോസോമും വരും, അല്ലെങ്കിൽ ഓട്ടോസോമൽ ഡോമിനൻറ്റും വരും, ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ വരും. അപ്പോൾ നമ്മളിപ്പോൾ ഡിസോർഡേഴ്സ് പറയുവാണെങ്കിൽ ജനറ്റിക് ഡിസോർഡേഴ്സ് നമുക്ക് ഈ പറയുന്ന പോലെ എന്താണ് ഈ ഒരു പെഡിഗ്രി അനാലിസിസ് വഴി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് തന്നെ രണ്ട് തരത്തിലുള്ള ഡിസോർഡേഴ്സ് വരുന്നുണ്ട്. ഓട്ടോസോമൽ ഡിസോർഡറും വരും, സെക്സ് ലിങ്ക്ഡ് ഡിസോർഡേഴ്സും വരും. അപ്പോൾ ഈ ഓട്ടോസോമൽ ഡിസോർഡേഴ്സ് തന്നെ രണ്ട് തരത്തിൽ വരാം. ഓട്ടോസോമൽ ഡോമിനൻ്റ് ഡിസോർഡറും ഉണ്ട്, ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡറും ഉണ്ട്. അപ്പോൾ എന്താ ഈ ഓട്ടോസോമൽ ഡോമിനൻ്റ് ഡിസോർഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ എടുക്കുകയാണ് ഒരു കണ്ടീഷൻ. ഇപ്പോൾ കണ്ടീഷനായിട്ട് ഞാൻ പറയുന്നത് ഇപ്പോൾ ക്യാപിറ്റൽ എ ഇപ്പോൾ ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താ ഡോമിനൻ്റ് കണ്ടീഷനല്ലേ. ഇത് തന്നെ നമുക്ക് ക്യാപിറ്റൽ എ സ്മോൾ, അതായത് ഹോമോസൈഗസ് ഡോമിനൻറ്റും എനിക്ക് വരാം, ഹെട്രോസൈഗസ് ഡോമിനൻറ്റും വരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഇപ്പോൾ ക്യാപിറ്റൽ എ ഇങ്ങനെ രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ അവിടെ അസുഖമുണ്ട്. ഓക്കെ, ഇങ്ങനെ ക്യാപിറ്റൽ എ സ്മോൾ ഇങ്ങനെ ഹെട്രോസൈഗസ് രീതിയിലാണെങ്കിലും അവിടെ എന്ത് വരാം, അസുഖം വരാം. ഇനി റെസസീവ് ഡിസോർഡർ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വരും, സ്മോൾ എ സ്മോൾ, ഇങ്ങനെ ഒരു കണ്ടീഷനിൽ ഇരിക്കുവാണെങ്കിൽ മാത്രമേ അവിടെ എനിക്ക് അസുഖം ഉണ്ടെന്ന് പറയാൻ പറ്റൂ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ വരുന്നതാണ് നമ്മുടെ ഈ ഓട്ടോസോമൽ ഡോമിനൻറ്റും ഓട്ടോസോമൽ റെസസീവും. ക്ലിയർ അല്ലേ? ഇനി അടുത്തതാണ് സെക്സ് ലിങ്ക്ഡ്. ഈ സെക്സ് ലിങ്ക്ഡ് തന്നെ നമുക്കറിയാം രണ്ട് ടൈപ്പ് ക്രോമസോമുകളുണ്ടല്ലോ നമുക്ക്. ഏതൊക്കെയാണ്? എക്സ് ക്രോമസോമും ഉണ്ട്, വൈ ക്രോമസോമും ഉണ്ട്. അപ്പോൾ നമുക്ക് ഡിസോർഡർ എങ്ങനെ വരും? എക്സ് ലിങ്ക്ഡ് ഡിസോർഡറും വരാം, വൈ ലിങ്ക്ഡ് ഡിസോർഡറും വരാം. എക്സ് ലിങ്ക്ഡും വരാം, വൈ ലിങ്ക്ഡും വരാം. അപ്പോൾ വൈ ലിങ്ക്ഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, അത് മെയിലിൽ മാത്രമേ വൈ ക്രോമസോം ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ അസുഖം മെയിൽ ടു മെയിലേ ഉണ്ടാവുള്ളൂ, മെയിൽ ടു മെയിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്ര വലിയ രീതിയിൽ പഠിക്കാനും ഇല്ല, നിങ്ങൾ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക മെയിൽ ടു മെയിലേ വരൂ. ഏതാ? വൈ ലിങ്ക്ഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു പെഡിഗ്രി ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ മെയിലിൽ നിന്ന് മെയിലിലേക്ക് മാത്രം നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ അതെന്തായിരിക്കും, വൈ ലിങ്ക്ഡ് ആയിരിക്കും. പോട്ടെ, ഇനി എക്സ് ലിങ്ക്ഡ് ഒന്ന് ശ്രദ്ധിച്ചു. എക്സ് ലിങ്ക്ഡ് എന്ന് പറയുമ്പോഴത്തേനും മെയിലിനും എക്സ് ക്രോമസോം ഉണ്ട്, ഫീമെയിലും രണ്ട് എക്സ് ക്രോമസോം ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി നമ്മൾ പറയുവാണെങ്കിൽ അത് തന്നെ രണ്ട് തരത്തിലുണ്ട്. അത് തന്നെ ഏതാ? ഈ പറയുന്ന എക്സ് ലിങ്ക്ഡ് തന്നെ രണ്ട് തരത്തിലുണ്ട്. അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് ലിങ്ക്ഡ് തന്നെ ഡോമിനൻ്റ്, എക്സ് ലിങ്ക്ഡ് തന്നെ നമുക്ക് റെസസീവും പറയാം. റെസസീവ് ഡിസോർഡർ ഉണ്ട്, എക്സ് ലിങ്ക്ഡ് ഡോമിനൻ്റ് ഡിസോർഡറും ഉണ്ട്, എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡറും ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഡോമിനൻ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഫീമെയിൽ കേസ് എടുക്കുന്നു, എക്സ്. അപ്പോൾ ഞാൻ അതിനകത്ത് ബി ക്യാപിറ്റൽ ബി എന്നങ്ങ് എടുക്കുവാണേ. അപ്പോൾ എക്സ് ക്യാപിറ്റൽ ബി ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നാൽ അവർക്ക് അസുഖമുണ്ട്, ഫീമെയിലിന് അസുഖമുണ്ട്, ഹോമോസൈഗസ് ഡോമിനൻ്റ് ആണ്. ഇങ്ങനെ എക്സ് ക്യാപിറ്റൽ ബി, എക്സ് സ്മോൾ ബി ഇങ്ങനെ വന്നാലും അവർക്ക് എന്തുണ്ട്, അസുഖമുണ്ട്. കാരണം നമുക്കറിയാം ഹെട്രോസൈഗസ് ഡോമിനൻ്റ് അല്ലേ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നാലും എന്തുകൊണ്ട്, അവർക്ക് അസുഖമുണ്ട്. ഇനി ഇത് മെയിലിൻ്റെ കേസ് നമ്മൾ എടുത്താലോ, മെയിലാകുമ്പോൾ എക്സും വൈയും അല്ലേ ഉള്ളൂ. അപ്പോൾ മെയിലിന് എക്സും വൈയും വരുമ്പോൾ എക്സ് ഉറപ്പായിട്ട് അവിടെ ഡോമിനൻ്റ് ആവണമെങ്കിൽ ഇവിടെ ബി കൊടുക്കണം, ക്യാപിറ്റൽ ബി. ക്ലിയർ ആയോ? അതായത് ഡോമിനൻ്റിനെ ആണല്ലോ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഈ മൂന്ന് കണ്ടീഷൻ? അതിൽ ആദ്യത്തെ കണ്ടീഷൻ ഫീമെയിലിന്, അവസാനത്തെ കണ്ടീഷൻ എന്താ? മെയിൽ ഇങ്ങനെ ആയിരിക്കണം, എങ്കിലേ അത് ഡോമിനൻ്റ് എക്സ് ലിങ്ക്ഡ് എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇനി റെസസീവ് ആണെങ്കിലോ, റെസസീവ് എന്ന് പറയുമ്പോഴത്തേനും നമുക്കത് ഫീമെയിലിൽ കാണാൻ പറ്റും, എക്സ് രണ്ട് സ്മോൾ ലെറ്റർ ബി കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുവാണെങ്കിൽ അത് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റത്തുള്ളൂ, എക്സ് ലിങ്ക്ഡ് റെസസീവ് എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ മെയിലിൻ്റെ കേസിൽ റെസസീവ് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്മോൾ ബി വൈ അല്ലേ. അപ്പോൾ ഇത് ഫീമെയിലിൻ്റെ കേസിൽ, ഇത് മെയിലിൻ്റെ കേസിൽ. ക്ലിയർ ആണോ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആക്ച്വലി കണ്ടീഷൻസ് നമ്മൾ പറയാം. അപ്പോൾ നോക്കിയുടെ മക്കളെ, നമുക്ക് ഡിസോർഡേഴ്സ് തന്നെ രണ്ട് തരത്തിൽ പറയാം. ഓട്ടോസോമലും ഉണ്ട്. ഓട്ടോസോംസ് നോർമൽ ക്രോമസോമിൽ വരുന്നതല്ലേ നമ്മുടെ ഓട്ടോസോമൽ ഡിസോർഡേഴ്സും ഉണ്ട്, സെക്സ് ലിങ്ക്ഡ് ഡിസോർഡേഴ്സും ഉണ്ട്. അപ്പോൾ ഇവയെല്ലാം നമുക്ക് പെഡിഗ്രി വരെ അനലൈസ് ചെയ്യാം, പെഡിഗ്രി ചാർട്ട് വഴി അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു തന്നത്. ഓട്ടോസോമൽ ഡിസോർഡർ തന്നെ ഓട്ടോസോമൽ ഡോമിനൻറ്റും ഉണ്ട്, ഓട്ടോസോമൽ റെസസീവും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓട്ടോസോമൽ ഡോമിനൻ്റ് ആണെങ്കിൽ നമുക്കറിയാം ഹോമോസൈഗസ് ഡോമിനൻ്റ് കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ആ ഒരാൾ ഹോമോസൈഗസ് ഡോമിനൻ്റ് കണ്ടീഷൻ ആണെങ്കിൽ ഉറപ്പായിട്ട് അസുഖമുണ്ട്. ഹെട്രോസൈഗസ് ഡോമിനൻ്റ് കണ്ടീഷൻ വന്നാലും ഉറപ്പായിട്ട് അസുഖമുണ്ട്. റെസസീവ് ആണെങ്കിൽ ഹോമോസൈഗസ് റെസസീവ് കണ്ടീഷനിൽ ഇരിക്കുകയാണെങ്കിൽ, സ്മോൾ ലെറ്റർ അല്ലേ, അപ്പോൾ റെസസീവ് കണ്ടീഷനിൽ ഇരിക്കുകയാണെങ്കിൽ മാത്രമാണ് അവിടെ അസുഖം വരുന്നത്. അത് മെയിൽ ആയാലും ഫീമെയിൽ ആയാലും, ഓട്ടോസോമൽ ആയതുകൊണ്ട് ഓർക്കുക, അത് മെയിൽ ആയാലും ഫീമെയിൽ ആയാലും ഈ ഒരു കണ്ടീഷൻ ആയിരിക്കും, ശ്രദ്ധിച്ചാൽ മാത്രം മതിയോ. അടുത്ത നോക്കുക, ഇവിടെ സെക്സ് ലിങ്ക്ഡ് ആകുമ്പോൾ അത് രണ്ട് തരത്തിൽ, നമുക്കറിയാം സെക്സ് ക്രോമസോമുകൾ രണ്ട് തരത്തിലുണ്ട്, എക്സും വൈയും. അപ്പോൾ എക്സ് ലിങ്ക്ഡ് ഡിസോർഡറും വരാം, വൈ ലിങ്ക്ഡ് ഡിസോർഡറും വരാം. വൈ ലിങ്ക്ഡ് ആയാലും മാത്രമേ വരൂ, മെയിലായിരിക്കും. അപ്പോൾ മെയിൽ ടു മെയിൽ മാത്രമേ കാണാം, വൈ ക്രോമസോം മെയിലല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. എക്സ് ലിങ്ക്ഡ് തന്നെ പിന്നെയും രണ്ടായി തിരിക്കുന്നു, ഡോമിനൻറ്റും റെസസീവും.
അപ്പോൾ എക്സിലിങ്ക്ഡ് ഡോമിനൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സ് ക്രോമസോം ഫീമെയിലും മെയിലും ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് ഫീമെയിൽ പറയാം. ഫീമെയിൽ 2 എക്സ് ക്രോമസോം ഉണ്ട്. അപ്പോൾ 2 എക്സ് ക്രോമസോമിനകത്തും ഡോമിനൻ്റ് ആയിട്ട് വരാം. അപ്പോൾ എക്സ് ക്യാപിറ്റൽ ബി ഞാനങ്ങ് കൊടുത്തതാണ് ബി എന്നുള്ളത്. അപ്പോൾ എന്തും ആകാം. പിന്നെ അടുത്തത് എന്താ, ഇത് ഹോമോസൈഗസ് ഡോമിനൻ്റാണ് പറഞ്ഞത്. അടുത്തത് ഹെട്രോസൈഗസ് ഡോമിനൻ്റ് വരാമല്ലോ. അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്താ, എക്സ് ക്യാപിറ്റൽ ബി എക്സ് സ്മോൾ ബി എന്നുള്ളൊരു കണ്ടീഷൻ. അടുത്ത എന്താ, മെയിലാകുമ്പോൾ എക്സ് ക്യാപിറ്റൽ ബി വൈ എന്നൊരു കണ്ടീഷൻ. തിരിച്ച് റെസസീവ് കണ്ടീഷനിലോട്ട് വരുവാണെങ്കിൽ രണ്ടും സ്മോൾ ലെറ്റർ എഴുതിയാൽ മതി. ഫീമെയിലിൽ മെയിലിൽ ഒരു എക്സ് അല്ലേ ഉള്ളൂ, അപ്പോൾ അതിനകത്ത് സ്മോൾ ബി. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കണ്ടന്റ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് പെഡിഗ്രി പലതരത്തിലല്ലേ. അപ്പോൾ നമുക്ക് പെഡിഗ്രി ചാർട്ട് തന്നേച്ച് നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, ഓട്ടോസോമൽ ഡോമിനൻ്റ് ആണോ, ഓട്ടോസോമൽ റെസസീവ് ആണോ, എക്സ് ലിങ്ക്ഡ് ഡോമിനൻ്റ് ആണോ, എക്സ് ലിങ്ക്ഡ് റെസസീവ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ നിങ്ങൾ ഒരു പെഡിഗ്രി ചാർട്ട് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഇനി പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, ഒരു പെഡിഗ്രി ചാർട്ട് തന്നാൽ അത് ഓട്ടോസോമൽ ഡോമിനൻറ്റ്, ഓട്ടോസോമൽ റെസസീവ്, സെക്സ് ലിങ്ക്ഡ് ഡോമിനൻറ്റ്, സെക്സ് ലിങ്ക്ഡ് റെസസീവ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അതിന് കുറച്ച് ട്രിക്കുകളാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു പെഡിഗ്രി ചാർട്ട് ഓട്ടോസോമൽ ഡോമിനൻ്റ് ആണോ എന്ന് നമുക്ക് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മാത്രം മനസ്സിലാക്കുക, നോ സ്കിപ്പിംഗ് ഓഫ് ജനറേഷൻ. അതായത് ഈ പറയുന്ന ഇപ്പോൾ ജനറേഷൻ നമ്മൾ ഒരു പെഡിഗ്രി ചാർട്ട് തന്നിട്ടുണ്ട്. ആ ഒരു പെഡിഗ്രി ചാർട്ടിനകത്ത് എല്ലാ ജനറേഷൻ 1, 2, 3 എന്ന് പറയുന്ന ജനറേഷൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ജനറേഷൻ നമ്മൾ കാണുമ്പോൾ ആ ഒരു ജനറേഷനകത്ത് ഒരു കുഞ്ഞിന് പോലും, ഒരാൾക്ക് പോലും എന്താണ് അസുഖം വരാതിരിക്കത്തില്ല. ആർക്കെങ്കിലും ഒക്കെ അവിടെ അസുഖം കാണും. അതായത് ഓരോ ജനറേഷനിൽ ആർക്കെങ്കിലും ഒരു ഇൻഡിവിജ്വലിനെങ്കിലും അവിടെ എന്തുണ്ടാവും, ആ ഒരു ജനറ്റിക് ഡിസോർഡർ ഉണ്ടാവും. അത് ഷെയ്ഡ് ചെയ്ത് നമ്മൾ വരച്ചിട്ടുണ്ടാവും. ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ അത് ഏതായിരിക്കും, ഓട്ടോസോമൽ ഡോമിനൻ്റ്. അതായത് ഒരു ജനറേഷനിൽ ജനറേഷനുള്ള ആര് പോലും എന്ത് ചെയ്യില്ല, അവിടെ ഒരു കുട്ടി പോലും അവിടെ എന്ത് ചെയ്യില്ല, രക്ഷപ്പെടത്തില്ല. അവർക്ക് ഉറപ്പായിട്ടും എന്ത് വരും, ജനറ്റിക് ഡിസോർഡർ വന്നുകൊണ്ടേയിരിക്കും. നോക്കിക്കേടാ മക്കളെ, വേണ്ട എൻ്റെ ഫിഗർ ഞാൻ കാണിക്കാം, നിങ്ങൾക്ക് അത് കാണുമ്പോൾ അത് മനസ്സിലാവും. നോക്കിക്കേ, ഈ ഒരു ഫിഗർ ഒന്ന് നോക്കാം. ഈ ഒരു ഫിഗർ, ഈ ഫിഗറിനകത്ത് നിങ്ങൾക്ക് ജനറേഷൻ 1 കാണാം. ഇത് ജനറേഷൻ 1, ഇത് ജനറേഷൻ 2, ഇത് വരുമ്പോഴത്തേനും ജനറേഷൻ 3. ഓക്കെ, ജനറേഷൻ 1, ജനറേഷൻ 2, ഇത് ജനറേഷൻ 3. അപ്പോൾ ജനറേഷൻ 1 നോക്കുമ്പോൾ ഇവിടെ ഒരു അഫക്റ്റഡ് ഇൻഡിവിജ്വൽ ഉണ്ട് അല്ലേ. അടുത്തത് ജനറേഷൻ 2ലും അഫക്റ്റഡ് ഇൻഡിവിജ്വൽ ഉണ്ട്. ജനറേഷൻ 3ലും നമുക്ക് അഫക്റ്റഡ് ഇൻഡിവിജ്വൽ കാണാം. അതായത് ഇവിടെ ഒരു ജനറേഷനും അഫക്റ്റഡ് ഇല്ല, അതായത് അസുഖം ഇല്ലാത്തൊരു ഒരാൾ പോലും ഇല്ല. വെച്ചാൽ അസുഖം ഇല്ലാത്ത ആൾക്കാരുണ്ടാവും, പക്ഷെ ഒരാൾക്കെങ്കിലും അസുഖം ഉണ്ടാവില്ലേ. അത് ഇവിടെ സ്കിപ്പിംഗ് ഒന്നും നടക്കുന്നില്ല. ജനറേഷനിൽ ആരും പോലും രക്ഷപ്പെടുന്നില്ല. ഒരാൾക്കെങ്കിലും അസുഖം വരികയാണ് എങ്കിൽ ഉറപ്പിച്ചോളൂ അത് ഏതായിരിക്കും, ഓട്ടോസോമൽ ഡോമിനൻ്റ് ആയിരിക്കും. അസുഖം ഏതാണ്, ഓട്ടോസോമൽ ഡോമിനൻ്റ് ആണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ മാർഗം പറഞ്ഞു തന്നതാണ്. ഓക്കെ, അപ്പോൾ ഓട്ടോസോമൽ ഡോമിനൻ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്, ആ ഒരു പെഡിഗ്രി ചാർട്ട് ഇതുപോലെ നോക്കുമ്പോൾ ജനറേഷൻ മനസ്സിലാക്കുക. ജനറേഷൻസ് മനസ്സിലാക്കിയതിന് ശേഷം അതിൽ ആ ജനറേഷനകത്തുള്ള ഇൻഡിവിജ്വൽ ഒരാൾക്കെങ്കിലും, എല്ലാ ജനറേഷനിലും ഒരാൾക്കെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ അത് ഏതായിരിക്കും, ഓട്ടോസോമൽ ഡോമിനൻ്റ്. ഇനി വേറൊരു മാർഗ്ഗമുണ്ട്, അഫക്റ്റഡ് പേരൻസ് ക്യാൻ ഹാവ് അൺഅഫക്റ്റഡ് ചിൽഡ്രൻ. അഫക്റ്റഡ് ആയിട്ടുള്ള പേരൻസിന്, അത് അസുഖമുള്ള പേരൻസിന് അസുഖമില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാവും. അസുഖം ഉള്ള പാരൻസ് ഉദ്ദേശിക്കുന്ന ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡോമിനൻ്റ് അല്ലേ. ഇപ്പോൾ ഡോമിനൻ്റ് ആകുമ്പം ക്യാപിറ്റൽ എ സ്മോൾ ഹെട്രോസൈഗസ് ക്രോസ് ഹെട്രോസൈഗസ് എന്ന് എടുക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മളിത് ക്രോസ് ചെയ്ത് ഇതിനകത്തൊരു കുട്ടി സ്മോൾ എ കണ്ടീഷനിലുള്ള ഒരു കുട്ടി വരാം, ഉറപ്പായിട്ട് നമുക്ക് വരാം. അപ്പോൾ സ്മോൾ എ എന്നുള്ളൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ ആ കുട്ടിക്ക് അസുഖമില്ല അല്ലേ. അതായത് നമ്മളിപ്പോൾ പഠിക്കുന്ന ഡോമിനൻറ്റിനെ കുറിച്ചല്ലേ മക്കളെ, ഡോമിനൻ്റ് അസുഖത്തെക്കുറിച്ചല്ലേ. അപ്പോൾ ഡോമിനൻ്റ് ആകുമ്പോൾ ക്യാപിറ്റൽ എ എന്നോ ക്യാപിറ്റൽ എ സ്മോൾ എ എന്നോ വരണമായിരുന്നു. പക്ഷെ നമുക്ക് ആ ഉണ്ടാകുന്ന കുട്ടി എന്തായിരിക്കാം, സ്മോൾ എ എന്ന് വന്നാൽ അവർക്ക് അസുഖം വരത്തില്ലല്ലോ. അതാ പറഞ്ഞേ, പാരൻസ് അഫക്റ്റഡ് ആണെങ്കിലും അതിനകത്ത് എന്താണ് അൺഅഫക്റ്റഡ് ആയിട്ടുള്ളൊരു കുട്ടിയും ഉണ്ടാകാം. അങ്ങനെ വന്നാലും അത് ഏതായിരിക്കും, ഓട്ടോസോമൽ ഡോമിനൻറ്റിനകത്ത് വരാം. അടുത്ത, അഫക്റ്റഡ് ഇൻഡിവിജ്വൽ ഓൾവേസ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 അഫക്റ്റഡ് പാരൻറ്റ്. അഫക്റ്റഡ് ഇൻഡിവിജ്വൽ എന്ന് അസുഖമുള്ള ഒരു ഇൻഡിവിജ്വൽ. ഇപ്പോൾ എക്സാമ്പിൾ അസുഖമുള്ള ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എ സ്മോൾ എ അസുഖമുള്ള ഇൻഡിവിജ്വൽ ആണ്. ക്യാപിറ്റൽ എ ഇങ്ങനെ അസുഖമുള്ള ഇൻഡിവിജ്വൽ ആണെങ്കിൽ ആ ഒരു കുഞ്ഞിൻ്റെ പാരൻസിന് ഉറപ്പായിട്ടും അസുഖം ഉണ്ടെങ്കിലല്ലേ ഇവർക്ക് ഈ പറയുന്ന കണ്ടീഷൻ കിട്ടത്തുള്ളൂ, ഈ ഒരു ജീനോടൈപ്പ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോയിന്റ്സിലൂടെ ഒരു കാര്യം പറയാൻ പറ്റും, എന്താണ് തന്നിരിക്കുന്ന പെഡിഗ്രി ചാർട്ട് ഇവയിൽ ഈ പറയുന്ന പോയിന്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ അത് ഏതായിരിക്കും, ഓട്ടോസോമൽ ഡോമിനൻറ്റിനെ സൂചിപ്പിക്കുന്നതായിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് ഓട്ടോസോമൽ റെസസീവ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഞാൻ നേരത്തെ ഓട്ടോസോമൽ ഡോമിനൻറ്റ് പഠിപ്പിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞു അതിനകത്തുള്ള ഇൻഡിവിജ്വൽ ഏത് ജനറേഷൻ ആയിക്കോട്ടെ അതിനകത്തുള്ള ഇൻഡിവിജ്വൽസിന് എന്തുണ്ടാവും, ആർക്കെങ്കിലും ഉറപ്പായിട്ടും എന്തുണ്ടാവും, ആ ഒരു ജനറ്റിക് ഡിസോർഡർ കാണിക്കാം. കാരണം അവർ അഫക്റ്റഡ് ആയി വരും എന്നല്ലേ പറഞ്ഞത്. എന്നാൽ ഒരു ജനറേഷൻ പോലും സ്കിപ്പ് ആകില്ല എന്നാണ് ഞാൻ സംസാരിച്ചത് ഓട്ടോസോമൽ ഡോമിനൻറ്റിൽ. ഓട്ടോസോമൽ റെസസീവ് എത്തുമ്പോൾ എന്തായിരിക്കും, ക്യാൻ സ്കിപ്പ് ജനറേഷൻ. അതായത് ഏതെങ്കിലും ഒരു ജനറേഷനകത്ത് ആർക്കും അസുഖമില്ല,
അടുത്ത ജനറേഷനകത്ത് അസുഖമുണ്ട്, പിന്നെയും അസുഖം കാണും, ചിലപ്പോൾ എവിടെയെങ്കിലും അസുഖം കാണത്തില്ല. മനസ്സിലാവുന്നു? അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു ജനറേഷൻ അങ്ങ് സ്കിപ്പ് ചെയ്യും, അസുഖത്തിൽ നിന്ന് അങ്ങ് സ്കിപ്പ് ചെയ്യും, ഒരു ജനറേഷൻ സ്കിപ്പ് ചെയ്യും, അടുത്തതിനകത്ത് കാണും. മനസ്സിലാവുന്നു? അപ്പോൾ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അതെന്താ, ഓട്ടോസോമൽ റെസസീവാണ്, ഒളിഞ്ഞു കിടക്കുകയാണ് എന്നുള്ള രീതി ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ക്യാൻ സ്കിപ്പ് ജനറേഷൻ, അതാണ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കേണ്ടത്. ക്യാൻ സ്കിപ്പ് ജനറേഷൻ. വേണമെങ്കിൽ അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഞാനൊരു പെഡിഗ്രി ചാർട്ട് കാണിച്ചു തരാം. നോക്കിക്കേ, ഈ ഒരു പെഡിഗ്രി ചാർട്ട് നോക്കിയേ. ഈ ഒരു പെഡിഗ്രി ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ജനറേഷൻസ് കാണാം. അതായത് ജനറേഷൻ 1, ജനറേഷൻ 2, ജനറേഷൻ 3. ഓക്കെ, അപ്പോൾ ജനറേഷൻ 1-നകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഷെയ്ഡ് ചെയ്തിട്ടില്ല, റെഡ് കളർ നിങ്ങൾ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പറയും ഈ ജനറേഷൻ 1-ന് അസുഖമില്ല. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കുഞ്ഞുങ്ങൾ വരുമ്പോൾ അതാണ്ട് ജനറേഷനകത്ത് എന്തോ ഉണ്ട്, അസുഖം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ജനറേഷൻ 3-ൽ നിങ്ങൾക്ക് അസുഖം കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറേഷൻ ഒരെണ്ണത്തിനകത്ത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏതിനകത്ത് വരും, ഓട്ടോസോമൽ റെസസീവിനകത്ത് നമുക്ക് എടുക്കാം, ഓട്ടോസോമൽ റെസസീവിനകത്ത് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് ബാക്കി പോയിന്റ്സ് കൂടെ നോക്കാം. അടുത്ത എന്താ പറയുന്നത്, അടുത്ത പോയിന്റ് ഓട്ടോസോമൽ റെസസീവിൽ അടുത്ത പോയിന്റായിട്ട് പറയുന്നത് unaffected parents can have affected children. Unaffected parentsന് affected children ഉണ്ടാകാം. അപ്പോൾ unaffected parents എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ എ സ്മോൾ ഹെട്രോസൈഗസ് കണ്ടീഷൻ ഉള്ള പാരൻസ് ആണ്. ഓക്കെ, ഇങ്ങനെ ഹെട്രോസൈഗസ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോളൂ, ഇവിടുത്തെ കേസിൽ ഓട്ടോസോമൽ റെസസീവിൻ്റെ കേസിൽ റെസസീവ് ആണെങ്കിലല്ലേ അസുഖമുള്ളൂ. അപ്പോൾ ഇവർ എന്താണ് ഹെട്രോസൈഗസ് ആകുമ്പോൾ അത് കാരിയർ എന്നല്ല, ഇവരെന്തായിരിക്കും ഹെട്രോസൈഗസ് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇവരെങ്ങനെയാണ്, ഇവർക്ക് അസുഖം ഇല്ല അല്ലേ. അപ്പോൾ ഇവരിൽ നിന്നുണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു കുഞ്ഞാണ് സ്മോൾ എ കണ്ടീഷൻ ഉള്ളത്. സ്മോൾ എ എന്ന് പറഞ്ഞാൽ ഫുൾ റെസസീവ് ആണ്. അപ്പോൾ ഇതെന്താണ്, അഫക്റ്റഡ് ആണ് അല്ലേ, അഫക്റ്റഡ് ഇൻഡിവിജ്വൽ ആണ്. ഇത് അൺഅഫക്റ്റഡ് പാരൻസ് ആണ്, അൺഅഫക്റ്റഡ് പാരൻസ് അഫക്റ്റഡ് ഇൻഡിവിജ്വൽ. ക്ലിയർ ആണോ? അപ്പോൾ ഇങ്ങനെ വന്നുകൂടെ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കത് എന്താണെന്ന് പറയാം, പെഡിഗ്രി ചാർട്ടിൽ ഇങ്ങനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് എന്താണെന്ന് പറയാം, ഓട്ടോസോമൽ റെസസീവ് ആണെന്ന് പറയാം. അപ്പോൾ ഓട്ടോസോമിൻ്റെ 2 കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, എന്താണ്, ഡോമിനൻറ്റും റെസസീവും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പറയാനായിട്ടുള്ളത് എക്സ് ലിങ്ക്ഡ് കണ്ടീഷൻ 2 ഉണ്ടല്ലോ. എക്സ് ലിങ്ക്ഡ് ഡോമിനൻറ്റും ഉണ്ട്, എക്സ് ലിങ്ക്ഡ് റെസസീവും ഉണ്ട്. വൈ ലിങ്ക്ഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു മെയിൽ ടു മെയിലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. അടുത്ത എക്സ് ലിങ്ക്ഡ് ഡോമിനൻറ്റ്, എക്സ് ലിങ്ക്ഡ് റെസസീവും കൂടെ നമുക്ക് നോക്കാം. എക്സ് ലിങ്ക്ഡ് ഡോമിനൻറ്റ് എന്ന് പറയുമ്പം നോട്ട് ട്രാവൽ ഫ്രം ഫാദർ ടു സൺ, ഫാദറിൽ നിന്ന് മകനിലേക്ക് പോകില്ല. കാരണം എന്താ, എക്സ് ലിങ്ക്ഡ് ഡോമിനൻ്റ് ആണ്. ഡോമിനൻ്റ് എന്ന് പറയുമ്പോഴത്തേനും അവിടെ ചിന്തിക്കുക എക്സ് ക്രോമസോമിനകത്ത് ഡോമിനൻ്റ് ആയിട്ടുള്ളത് വരണ്ടേ. അപ്പോൾ അത് ഫാദറിൽ നിന്ന് സണ്ണിലോട്ട് പോകുമെന്ന് എനിക്ക് അവിടെ പറയാൻ പറ്റത്തില്ല അല്ല, ഫീമെയിലുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇവിടെ കൂടുതൽ വരിക. അപ്പോൾ അതുകൊണ്ടാണ് ഇതെന്ത് പറയുക, നോട്ട് ട്രാവൽ ഫ്രം ഫാദർ ടു സണ്ണിലേക്ക് പോകില്ല. അപ്പോൾ അതെന്താ, ഈ എക്സ് ലിങ്ക്ഡ് ഡോമിനൻ്റ് ആയാലും എക്സ് ലിങ്ക്ഡ് റെസസീവ് ആയാലും ഫാദർ ടു സണ്ണിലോട്ട് ഡയറക്റ്റ് പോകില്ല. ഓക്കെ, അപ്പോൾ അതൊരു പ്രത്യേകതയാണ്. ഓൾ ഡോട്ടർ ഓഫ് അഫക്റ്റഡ് ഫാദർ വിൽ ബി അഫക്റ്റഡ്. അതായത് അഫക്റ്റഡ് ഫാദറിന്റെ എല്ലാ ഡോട്ടറും എന്തായിരിക്കും ഇവിടെ അഫക്റ്റഡ് ആയിരിക്കും. അഫക്റ്റഡ് ഫാദർ എന്ന് പറഞ്ഞാൽ മക്കളെ ഇപ്പോൾ ക്യാപിറ്റൽ BY ഇതാണ് ഫാദർ. അപ്പോൾ ഈ ഫാദറിന്റെ കയ്യിൽ എന്തുണ്ട്, ഡോമിനൻ്റ് ആയിട്ടുള്ളതാണ്ട് ഈ ഒരു പെർട്ടിക്കുലർ അലിയിൽ ഇരിപ്പുണ്ട്. ഉറപ്പായിട്ട് ഇതായിരിക്കും അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ഡോട്ടറിലേക്ക് പാസ് ചെയ്യുന്നത്. എക്സ് ക്യാപിറ്റൽ B ഉറപ്പായിട്ട് ഇപ്പോൾ ഈ ഒരു എക്സ് ക്യാപിറ്റൽ B പോകുമല്ലോ. അപ്പോൾ ഈ എക്സ് ക്യാപിറ്റൽ B കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ എക്സ് ക്യാപിറ്റൽ B ഒരു എക്സ് ക്യാപിറ്റൽ Bയുമായിട്ട് ചേർന്നാൽ അഫക്റ്റഡ് ആയിട്ടുള്ള ഡോട്ടർ ഉണ്ടാകാം. ഇനി വേറെ വേണമെങ്കിൽ എക്സ് ക്യാപിറ്റൽ B എന്താണ്, ഒരു എക്സ് സ്മോൾ b ആയിട്ട് ചേർന്ന് കഴിഞ്ഞാലും എന്താണ്, ഹെട്രോസൈഗസ് ആണ്, എങ്കിലും അത് അഫക്റ്റഡ് ആണ്. ഡോമിനൻ്റ് അല്ലേ, അതാണ് ഈ അഫക്റ്റഡ് ആണ്, ഹെട്രോസൈഗസ് ഡോമിനൻ്റാ, എന്നാലും അഫക്റ്റഡ് ഡോക്ടർ ആവും കേട്ടോ. അപ്പോൾ അതാണ് അവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ, അതാണ് എക്സ് ലിങ്ക്ഡ് ഡോമിനൻ്റ്. അടുത്തത് എക്സ് ലിങ്ക്ഡ് റെസസീവ് എന്താന്ന് നോക്കിയേ. ഇതും എന്താണ്, അച്ഛനിൽ നിന്ന് സണ്ണിലേക്ക് ഡയറക്റ്റ് പോകത്തില്ല. പക്ഷേ ഇത് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ, എക്സ് ലിങ്ക്ഡ് റെസസീവ് എന്ന് പറയുന്ന കണ്ടീഷൻ. എക്സ് ലിങ്ക്ഡ് റെസസീവ് കണ്ടീഷൻ പഠിക്കണം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. അതെന്ത് പാറ്റേണാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് ഫാദറിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കുഞ്ഞിൽ പെൺകുട്ടിയിലേക്ക് എത്തും. ആ പെൺകുട്ടിയിൽ നിന്നും ആരിലേക്ക് പോവുകയാണ്, ഗ്രാൻഡ് സൺ. അതായത് ഇപ്പം ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഇവിടെ ഗ്രാൻഡ് ഫാദർ ടു ഡോട്ടർ, ഇത് ഗ്രാൻഡ് ഫാദറിന്റെ ഡോട്ടർ, ആ ഡോട്ടറിന്റെ മോൻ, ഓക്കെ, മകൻ. അപ്പോൾ എന്താണ്, ഗ്രാൻഡ് ഫാദറിന്റെ ഗ്രാൻഡ് സൺ എന്നുള്ള രീതിയിൽ. ക്ലിയർ ആവുന്നുണ്ടോ? ഗ്രാൻഡ് ഫാദറിൽ നിന്ന് ഗ്രാൻഡ് സണ്ണിലേക്കായിരിക്കും ഇത് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് പോകുന്നത്, ത്രൂ ഡോട്ടർ എന്നുള്ള കണ്ടീഷൻ. അപ്പോൾ ഈ ഒരു ഇൻഹെറിറ്റൻസ് നമ്മൾ ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് എന്ന് പറയും. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഡോട്ടർ ഇവിടുത്തെ മദറാണ്, മദർ ടു സൺ. അതോടൊപ്പം തന്നെ നമുക്ക് പറയാം ഫാദർ ടു ഡോട്ടർ, ഫാദറിൽ നിന്നും ഫാദറിൻ്റെ ഡോട്ടർ അല്ലേ
അതായത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡോട്ടറിൻ്റെ മകനാണ് ഇവിടെ വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണേ മക്കളെ. ഗ്രാൻഡ് ഫാദറിൽ നിന്ന് ഗ്രാൻഡ് സണ്ണിലേക്ക് എത്തുകയാണ്, അമ്മ വഴി ഗ്രാൻഡ് സണ്ണിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പോണത്? ഫാദറിൽ നിന്നും അവിടെ ഡോട്ടറിലേക്ക്. ഞാൻ ഈ ഒരു പോയിന്റ് ഇവിടെ നമുക്ക് വായിച്ചേക്കാം, ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അതായത് ഇവിടെ നോക്കിക്കേ, ഈ ഒരു ലൈൻ എന്താ പറയുന്നത്? ഗ്രാൻഡ് ഫാദറിൽ നിന്ന് ഗ്രാൻഡ് സണ്ണിലേക്ക് മകൾ വഴി കടന്നു പോവുകയാണ്. അപ്പോൾ ഇവിടെ ചിന്തിക്കുക, ഗ്രാൻഡ് ഫാദർ എന്ന് പറയുമ്പോൾ ഇവിടെ ചിന്തിക്കുക, ഫാദറാണ്. ഫാദറിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മകളിലേക്ക് എത്തുന്നു അല്ലേ? ഫാദറിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മകൾ ഡോട്ടറിലേക്ക് എത്തുന്നു. ഈ ഡോട്ടറിൽ നിന്നും ആരിലേക്ക് എത്തുന്നു? ഡോട്ടറിൻ്റെ സണ്ണിലേക്ക് എത്തുന്നു. ക്ലിയർ ആവുന്നുണ്ട്? അതായത് ഡോട്ടർ ടു സൺ, മദർ ടു സൺ അല്ലേ? ഫാദർ ടു ഡോട്ടർ എന്നുള്ളൊരു കണ്ടീഷൻ. അപ്പോൾ ഇതിനാണ് നമ്മൾ ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. ഇതിനെന്താ നമ്മൾ വിളിക്കുക? ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് എന്നാണ് ഈ ഒരു പാറ്റേണിനെ നമ്മൾ പറയാം. അപ്പോൾ അതുകൊണ്ട് ഇത് ചോദ്യം വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് ഏതാ? എക്സ് ലിങ്ക്ഡ് റെസസീവ് കണ്ടീഷൻ. ഇതിനെ നമുക്ക് പെഡിഗ്രി ചാർട്ടിലൂടെ കണ്ടുപിടിക്കാനായിട്ടൊക്കെ പറ്റും. പക്ഷേ അത് നിങ്ങളുടെ NCERT ടെക്സ്റ്റിനകത്ത് ആ ഒരു ചാർട്ട് അത്രയും ഡീറ്റെയിലിംഗ് ഒന്നുമില്ല. നമ്മുടെ NCERT ടെക്സ്റ്റിനകത്ത് രണ്ട് പെഡിഗ്രി ചാർട്ടാണ് നിങ്ങൾക്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ അത് ഓൾറെഡി ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്തു. ഈ ഒരു പെഡിഗ്രി ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് 3 ജനറേഷൻ നിങ്ങൾക്ക് കാണാം. G1, G2 ആൻഡ് G3 ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാ ജനറേഷനകത്തും ഒരു ഇൻഡിവിജ്വൽ എങ്കിലും എന്തായിരിക്കും? അഫക്റ്റഡ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഒരാളും സ്കിപ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ട് പറയാം അത് ഏതാണ്? ഓട്ടോസോമൽ ഡോമിനൻ്റ് ആണ്. അപ്പോൾ ഓട്ടോസോമൽ ഡോമിനൻ്റ് ട്രൈറ്റിനെ ബേസ് ചെയ്തൊരു അസുഖം നിങ്ങൾക്ക് പഠിക്കാൻ തന്നിട്ടുണ്ട്. അതിൻ്റെ പേര് പഠിച്ചു വെച്ചേക്കുക, മയോട്ടോണിക് ഡിസ്ട്രോഫി. അപ്പോൾ ഓട്ടോസോമൽ ഡോമിനൻ്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷന് ഒരു എക്സാമ്പിൾ എഴുതുക, ഡിസോർഡറിന് എക്സാമ്പിൾ എഴുതുക. എന്താണ്? മയോട്ടോണിക് ഡിസ്ട്രോഫി. ഈ ഫിഗർ ചിലപ്പം തന്നേച്ച് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണെന്നൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ മയോട്ടോണിക് ഡിസ്ട്രോഫി ഏത് ടൈപ്പ് ട്രൈറ്റ് ആണ്? ഓട്ടോസോമൽ ഡോമിനൻ്റ് ട്രൈറ്റ് ആണ്. ചോദ്യം വരുന്നതാണ്, ചോദിച്ചിട്ടുമുണ്ട്. അടുത്ത ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഒരു പെഡിഗ്രി ചാർട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് മനസ്സിലാവും സ്കിപ്പ് ചെയ്യുന്നുണ്ട്, ജനറേഷൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇൻഡിവിജ്വൽസ് ജനറേഷൻ 1 ഇൻഡിവിജ്വലിന് അസുഖമില്ല, ബാക്കിയുള്ള ജനറേഷൻ അസുഖമുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യുന്നുണ്ട് ജനറേഷൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ഇത് ഓട്ടോസോമൽ റെസസീവ് ആണ് അല്ലേ? നാളെ കൊടുത്തിട്ടുണ്ട്, ഓട്ടോസോമൽ റെസസീവ് ആണ്. അപ്പോൾ ഓട്ടോസോമൽ റെസസീവുമായി ബന്ധപ്പെട്ട ഒരു ഡിസോർഡറിൻ്റെ പേര് എഴുതുക. എന്താണ്? സിക്കിൾ സെൽ അനീമിയ. നമ്മൾ പോയിന്റ് മ്യൂട്ടേഷനകത്തും സിക്കിൾ സെൽ അനീമിയ പഠിച്ചു. ഓട്ടോസോമൽ റെസസീവിനകത്ത് നമ്മൾ എന്ത് പഠിക്കുന്നു? സിക്കിൾ സെൽ അനീമിയ ആണ് ഇവിടുത്തെ എക്സാമ്പിൾ. ഓക്കെ ആണേ? അപ്പോൾ ഇങ്ങനെ 2 പെഡിഗ്രി ചാർട്ടാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ പെഡിഗ്രി ചാർട്ട് എങ്ങനെ അനലൈസ് ചെയ്യണം എന്നും ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിച്ചു. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിച്ചു വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ മക്കളെ നമ്മൾ എന്തിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തേ? മ്യൂട്ടേഷനെ കുറിച്ചും പെഡിഗ്രി അനാലിസിസിനെ കുറിച്ചും. വളരെ ചെറിയൊരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ NCERT ടെക്സ്റ്റ് വായിച്ച് നോക്കണം, DPP ക്വസ്റ്റ്യൻസ് ചെയ്യണം, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ദെൻ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.